പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് ഒരവസരം കൂടെ നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 2018 കേരളത്തിലെ പ്രളയം അത് നേരിട്ട് കണ്ടവരും അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറച്ചൊക്കെ അനുഭവിച്ചവരും കേട്ടവരും വായിച്ചവരും ഒക്കെ ഈ കൂട്ടത്തിൽ കണ്ടേക്കാം. എനിക്കും അത് നേരിട്ട് കാണാൻ ഒരു സാഹചര്യമുണ്ടായി. ഏത് ഹൃദയത്തെയും പിളർക്കുന്ന ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു 2018 നടന്ന പ്രളയം. അത് ഒരിക്കൽ പോലും ഇനി സംഭവിക്കരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട് ഞാൻ ഈ പ്രളയത്തെക്കുറിച്ച് പറഞ്ഞു? ഇങ്ങനെ ഒരു പ്രളയം അല്ലെങ്കിൽ ഒരു ഒഴുക്കിൻ്റെ താണ്ഡവം കേരളത്തെ നടുക്കുമെന്നും കേരളത്തെ വിഴുങ്ങുമെന്നും ആരും പ്രതീക്ഷിച്ചതല്ല. നമ്മുടെ പ്രതീക്ഷയ്ക്കും അറിവിനും ഒക്കെ അപ്പുറമായിരുന്നു, അപ്രതീക്ഷിതമായ ഒരു വരവ്. എങ്കിലും അറിയപ്പെട്ട വിഷയങ്ങളിൽ അറിയാവുന്ന ചില ഭവിഷ്യത്തുകളെക്കുറിച്ച് അധികൃതർ അവർക്ക് സാധിക്കുന്ന രീതിയിൽ പലയിടങ്ങളിലും പല രീതിയിൽ മുന്നറിയിപ്പുകൾ കൊടുത്തു. ഒഴിഞ്ഞു പോകണം, ഇതൊന്നും സംഭവിക്കുകയില്ല എന്ന് ഈ വിളിച്ചു പറഞ്ഞവരെ പൊട്ടന്മാരെന്ന് വിളിച്ച പലരും അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ ആരുപോലും സഹായിക്കുവാനില്ലാതെ ആ ഒഴുക്കിൽപ്പെട്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അവരുടെ സമ്പാദ്യവും അവരുടെ ആശയും അവരുടെ പ്രതീക്ഷയും എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞതായ സംഭവം. ഭവനങ്ങളും വാഹനങ്ങളും മരങ്ങളും മലകളും തന്നെ കൂട്ടമായി കടപുഴകി കടൽ പോലെ ഒഴുകിപ്പോകുന്ന കാഴ്ച, ആ ഒഴുക്കിൻ്റെ ശക്തി ഒന്ന് വിവരിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഭയാനകമാണ്. വാക്കുകൾ പോരാ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ താൻ കോട്ട് ചെയ്യുകയാണ്. ഇതാകുന്നു സുപ്രസാദ ദിനം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇതിനെ നിങ്ങൾ അവകാശമാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, ഇപ്പോഴാകുന്നു സുപ്രസാദ ദിനം എന്ന് പറയുന്ന ആ വാക്കിൽ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ അത് അലക്ഷ്യമായി വിചാരിച്ചാൽ വേറൊരു സമയം നമുക്ക് ലഭിക്കുകയില്ല എന്നൊരു മുന്നറിയിപ്പും കൂടെയാണ്. അങ്ങനെ ഒരു മുന്നറിയിപ്പിനെ അവഗണിച്ചും കൊണ്ട് ജീവിതത്തിലെ പരാധീനതകളിൽ ഹൃദയം തകർന്ന് തൂങ്ങി മരിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ കൊണ്ടുതരുന്നത്. അത് മറ്റാരുമല്ല, ഇസ്കറിയാത്ത് യൂദ. ദുഃഖവെള്ളിയാഴ്ച മരിച്ച വ്യക്തി. ഒരുപക്ഷെങ്കിൽ യേശു മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സ്വയം മരണത്തിന് കീഴ്പ്പെട്ടിരിക്കണം എന്നാണ് ചരിത്രം പറയുന്നത്. അനേകം പ്രാവശ്യം തനിക്ക് മുന്നറിയിപ്പുകൾ കിട്ടി. മനസാന്തരപ്പെടുവാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ, വ്യർത്ഥമായ ചിന്തകളിൽ നിന്നൊരു മോചനം ലഭിക്കുവാൻ, ഇങ്ങനെയൊക്കെ മുന്നറിയിപ്പുകൾ കിട്ടുമ്പോഴും യേശുവിനോടൊപ്പം സഞ്ചരിച്ച വ്യക്തി അത്ഭുതങ്ങൾ കണ്ടു. കർത്താവ് കൊടുത്ത അപ്പമൊക്കെ ഭക്ഷിച്ചു, കർത്താവിൻ്റെ കാൽ വരെ കഴുകി. ആ കൂട്ടത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്തവനെ പോലെ നാട്യമായി നടന്നു. കൂടുതലൊന്നും സംസാരിക്കാറില്ലാത്ത വ്യക്തി. യേശുവിനോടൊപ്പം സഞ്ചരിച്ച ശിഷ്യന്മാർ പലപ്പോഴും പലതും സംസാരിച്ചതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അവിടെയൊന്നും യൂദ സംസാരിച്ചതായി കാണുന്നില്ല. മൗനമായിരുന്നു, ശാന്തൻ, എല്ലാവർക്കും സമ്മതം. എന്നാൽ അവനെ വിളിച്ച നാൾ മുതൽ കർത്താവിന് അവനെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു. കർത്താവ് വ്യക്തമായി പറഞ്ഞു, ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും, പുറത്തു നിന്നുള്ളവനല്ല, അകത്തു നിന്നുള്ളവൻ, എന്നോടൊപ്പം ഉള്ള ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. ശിഷ്യന്മാർക്കെല്ലാം അങ്കലാപ്പുണ്ടായി. ആരാണത്? ആരാണ് ആ സംഭവം? ആ വ്യക്തി ആരാണ്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞു, നീ ആയിരിക്കും എന്ന് പറഞ്ഞു. ഒടുവിൽ കർത്താവ് വ്യക്തമായ വ്യക്തിയെ എടുത്ത് ചൂണ്ടിക്കാണിച്ചു. അവൻ തന്നെ യേശുവിനോട് ചോദിക്കുകയാണ്, ഗുരു, ഞാനാകുന്നോ?
യേശു പറഞ്ഞു, യെസ്, നീ തന്നെ മാനസാന്തരപ്പെടുവാൻ ഉള്ള അവസാനത്തെ വിളി, സന്ദേശം വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് നീ തന്നെ എന്ന് അവനോട് പറഞ്ഞതായ സമയം, ആ ഒരു സമയത്തെ ആ ഒരു മുന്നറിയിപ്പും യൂദ അവഗണിക്കുകയുണ്ടായി. ഇങ്ങനെ അവഗണിച്ച് പോകുവാൻ അവൻ്റെ ജീവിതത്തിൽ എത്ര സന്ദേശങ്ങൾ കിട്ടിയിട്ടും ഓരോ ദിവസവും അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടു പോകുവാൻ അവന് കിട്ടിയ ഒരു പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മടിശീലയുടെ കനം. പ്രൈസ് ദി ലോർഡ്. ആ പണം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു വിഭാവനം. യേശു പ്രസംഗിക്കുമ്പോഴൊക്കെയും പണം കൊണ്ട് സാധിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് മനക്കൊട്ടകൾ കിട്ടുന്ന ഒരു മനുഷ്യൻ. ഒരു വശത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിങ്ങേപ്പുറത്ത് പണം കൊണ്ട് സാധിക്കാവുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് യൂദ മനക്കൊട്ട കെട്ടി. അവന് വളരെ അത്ഭുതകരമായ ഒരു ഓഫർ ലഭിച്ചു. 30 വെള്ളിക്കാശ്. നോക്കൂ, ആ 30 വെള്ളിക്കാശ് വാങ്ങിക്കൊണ്ട് അരുമനാഥനെ കാണിച്ചു കൊടുക്കാം, ഒരു ചുംബനത്തിൽ കൂടെ കാണിച്ചു കൊടുക്കാമെന്ന് ഉപായേന താൻ ശത്രുക്കളുമായി, പരീശന്മാരുമായി, പള്ളിപ്രമാണികളുമായി ചങ്ങാത്ത കൂട്ടുകെട്ടുണ്ടാക്കി. യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന്, ആ കൂട്ടത്തിൽ നിന്ന് ഒരു ദിവസം ആരും അറിയാതെ ഒരു യാത്ര ചെയ്തു. ആ പള്ളിപ്രമാണികളുടെ വീട്ടിൽ ചെന്ന് അവനൊരു ഉഭയസമ്മതം നടത്തി. ഞാൻ കാണിച്ചു തരാം. എന്നാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു വിഷയം വായിക്കാൻ നമുക്ക്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് യൂദ കണ്ടപ്പോൾ അതവന് ഹൃദയത്തിന് ദുഃഖമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, യൂദ ഇതൊക്കെയും ചെയ്തത് അവനെ ശിക്ഷയ്ക്ക് വിധിക്കുമെന്നുള്ള ഒരു ധാരണയിലല്ല, അല്ലെങ്കിൽ യേശുവിനെ കൊന്നുകളയുമെന്നുള്ളതായ ഒരു ദീർഘദൃഷ്ടി യൂദായിലില്ലായിരുന്നു. തീർച്ചയായിട്ടും കൊല്ലാനല്ല, ഒരു രസം, ഇച്ചിരി പൈസ കിട്ടുമ്പോഴുള്ള ഒരു ബിസിനസ്. അവർ വിളിച്ചുകൊണ്ടുപോയി അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയി 2 അടി അടിക്കും, ഇല്ലെങ്കിൽ കുറച്ച് ദിവസം ജയിലിലിടും, വീണ്ടും ഗുരു ഇറങ്ങി വരും, ബിസിനസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് യൂദ വിചാരിച്ചു. എന്നാൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വചനങ്ങളുടെ പൂർത്തീകരണമാണെന്ന്, അതൊരു അന്ത്യമാണെന്ന്, ഇനിയും തൻ്റെ മുൻപിൽ സമ്പാദ്യത്തിന് ഒരു അവസരം ലഭിക്കയില്ല എന്ന് യൂദ ഗ്രഹിച്ചില്ല. 30 വെള്ളിക്കാശിന്മേലുള്ള ബിസിനസ് കൊണ്ട് എന്തൊക്കെയോ ഭൂമിയിൽ സാധിക്കാമെന്നുള്ളൊരു കണക്കൂട്ടലുകൾ യൂദായെ പലതും വേണ്ടാത്തത് ചെയ്യുവാൻ അവനെ നിർബന്ധിച്ചു. ഒടുവിൽ യേശുവിനെ കൊല്ലുവാൻ വിധിച്ചത് കണ്ടപ്പോൾ യൂദായുടെ ഹൃദയം ദുഃഖിച്ചു. ആ ദുഃഖത്തിന് വളരെ താമസിച്ചു പോയ ഒരു ലേബൽ ഉണ്ടായി, ടു ലേറ്റ്. പ്രൈസ് ദി ലോർഡ്. പരീശന്മാരും പള്ളിപ്രമാണികളും പറയുകയാണ്, ടു ലേറ്റ്, താമസിച്ചു പോയി യൂദയെ, ഞങ്ങൾക്ക് ഈ പണം തിരികെ എടുക്കുവാൻ സാധ്യമല്ല. ആ പണത്തെ തിരികെ കൊണ്ടുവന്ന് അവൻ പറയുകയാണ്, പ്ലീസ് ടേക്ക് ഇറ്റ് ബാക്ക്, ഇത് തിരികെ വാങ്ങണം, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ അവധാനത്തിലാക്കുന്നത് നമ്മുടെ തെറ്റുകളല്ല, ആ തെറ്റുകൾക്ക് ശേഷമുള്ളതായ നമ്മുടെ പ്രവൃത്തിയാണ്. ഒരനുതാപത്തിലേക്കാണ് നാം പോകുന്നതെങ്കിൽ, മാനസാന്തരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, ആ തെറ്റുകളിൽ നിന്ന് നമുക്കൊരു വിമോചനം കിട്ടും. ഇല്ല, കേവലം ഖേദമാണെങ്കിൽ ആ ഖേദം മാനസാന്തരമല്ല. അനുതാപവുമുണ്ട്, ഖേദവുമുണ്ട്. ആ ഖേദം ഒരിക്കലും ഒരു മാനസാന്തരമായി ഗണിക്കാൻ കഴിയില്ല. യൂദ ദുഃഖിച്ചു. ആ പണം കൊണ്ട് പരീശന്മാരുടെ അല്ലെങ്കിൽ പള്ളിപ്രമാണിയുടെ ഭവനത്തിൽ വന്നു. ഒരുപക്ഷെങ്കിൽ അവൻ ദുഃഖത്തോടുകൂടി ഒരു മാനസാന്തരത്തോടുകൂടെ അരുമനാഥന്റെ കാൽച്ചുവട്ടിൽ ആ സമയത്തെങ്കിലും പോയി ഒരു മാപ്പപേക്ഷിച്ചിരുന്നെങ്കിൽ അവന് ക്ഷമ ലഭിക്കുമായിരുന്നു. പക്ഷെങ്കിൽ ക്ഷമ ലഭിക്കാത്തവനായി തകർക്കപ്പെട്ട് അവൻ സ്വയം തൂങ്ങി മരിച്ചു അതേ ദുഃഖ വെള്ളിയാഴ്ച ദിവസം. നോക്കൂ, യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദ ദുഃഖിച്ചു. പക്ഷെങ്കിൽ ആ ദുഃഖത്തിൽ അവൻ മരിച്ചു.
അതുപോലെ തന്നെ പത്രോസ് ഒരിക്കൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷെങ്കിൽ പത്രോസിൽ സംഭവിച്ചത്, ആ തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ച് അവൻ മാനസാന്തരപ്പെട്ടു. ഒരേ തോൽവി, എന്നാൽ രണ്ട് അനുഭവം, രണ്ട് ഇമ്പാക്റ്റാണ്. രണ്ടുപേർക്കും തോൽവി സംഭവിച്ചു. യൂദ കാണിച്ചു കൊടുത്തു, പത്രോസ് തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ച് പത്രോസ് അനുതപിച്ചു. ആ അനുതാപം അവൻ്റെ ജീവിതത്തിൽ ഒരു രക്ഷയായി തീർന്നു. എന്നാൽ യൂദ യേശുവിനെ കാണിച്ചു കൊടുത്തു. എന്നാൽ ആ കാണിച്ചു കൊടുത്തതിൽ യേശുവിനെ മരണത്തിന് വിധിച്ചു എന്ന് കണ്ടപ്പോൾ അവൻ ദുഃഖിച്ചു. ആ ദുഃഖം വളരെ ലേറ്റായിപ്പോയി. അവസാനത്തെ കോളിംഗ് ആണ്, ഇതാകുന്നു സുപ്രസാദത്തിൻ, ഇപ്പോഴാകുന്നു രക്ഷാസമയം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നമ്മുടെ പ്രാണന് മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അടുത്ത നിമിഷം നിനക്കുള്ളതല്ല. നിന്റെ ജീവിതത്തെ പന്താടുന്ന ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തെ ഭാരമേറ്റെടുത്തിരിക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ നിന്റെ പ്രാണനെ സ്നേഹിക്കുന്ന, നിന്റെ ജീവനെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നതായ മുന്നറിയിപ്പാണ്. ഈ ദിവസത്തിൽ, ഈ മനോഹരമായ പ്രഭാത യാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വാക്ക് മുഴങ്ങിയിട്ടുണ്ടോ? ഇപ്പോഴാകുന്നു സുപ്രസാദ ദിനം, ഇതാകുന്നു രക്ഷാ ദിവസം, ഇത് നീ പ്രയോജനപ്പെടുത്തണം എന്ന് നിന്റെ ആത്മാവിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ആത്മാവിൽ അത് മന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിൽ നിന്നെ സ്നേഹിക്കുന്ന ചില ജീവിതങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. ചിലരുടെ കണ്ണുനീർ ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടെന്ന് വിചാരിച്ചു കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്നതായ ദുഃഖങ്ങൾ, അനുതാപങ്ങൾ താമസിച്ചു പോയി എന്നൊരു ലേബൽ ചെയ്യുവാൻ, ഒരു മറുപടി ലഭിക്കുവാൻ അത് ഇടയാക്കരുത്. തക്ക സമയത്ത് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു അനുഭവം, മാനസാന്തരപ്പെട്ട് തിരികെ വരുന്നത്. പള്ളിപ്രമാണിയുടെ വീട്ടിലല്ല, തെറ്റ് സംഭവിച്ചത് ശരി തന്നെ, അരുമനാഥൻ്റെ കാൽക്കൽ വീഴുവാനുള്ള ഒരു സന്മനസ്, ഒരു വെളിപ്പാട്, ഒരു വലിയൊരു ഉന്നത വിളി നിന്റെ ജീവിതത്തിൽ ആ ദർശനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഏത് ഭാവിയെയും കൈക്കൊണ്ട് അവരുടെ വീട്ടിൽ ചെന്ന് അവരോടൊപ്പം അത്താഴം കഴിച്ചതായ യേശുവിൻ്റെ സന്നിധാനത്തിൽ നിന്റെ നിലവിളിയുമായി, സങ്കടവുമായി, മാനസാന്തരവുമായി അവൻ്റെ പാദപീഠത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിന്റെ പാപങ്ങളിൽ നിന്ന് നിന്നെ കഴുകി ശുദ്ധനാക്കി ഏത് കടിഞ്ചുവപ്പായ പാപങ്ങളും ഹിമം പോലെ വെളുപ്പിക്കാം എന്ന ഒരു സ്നേഹനിധിയായ പിതാവിൻ്റെ വാഗ്ദത്തം നമ്മുടെ മുൻപിലുണ്ട്. ഈ വാഗ്ദത്തത്തെ ഏറ്റെടുക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സകല മനുഷ്യരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട്, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ക്രൂശിൽ തൂങ്ങിയതായ ആ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെയും, സകല വീഴ്ചകളെയും, സകല തോൽവികളെയും മാറ്റി അകറ്റി നിന്നെ കഴുകി ശുദ്ധീകരിക്കുവാൻ ദയയും വിശ്വസ്തതയുമുള്ള രക്തമായി നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം ഊറ്റപ്പെട്ട ഹൃദയങ്ങളുടെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ഈ പ്രഭാതം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.